ശശി തരൂർ കുറച്ചു നാളായിട്ട് കോൺഗ്രസുമായിട്ട് അത്ര സുഖത്തിലായിരുന്നില്ല. പക്ഷെ ഇന്ന് വീണ്ടും ശശി തരൂർ കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുഖമായി തരൂർ ഇനി പ്രവർത്തിക്കുമെന്നാണ് നേതാക്കളൊക്കെ പ്രതികരിച്ചത്. തരൂരിനെ ഭീഷണിപ്പെടുത്തി കൊണ്ടവിടെ ഇരുത്തിയല്ലേ, മാധ്യമങ്ങളിലൊരു പടം വരാൻ വേണ്ടിയും കോൺഗ്രസിനകത്ത് ഭിന്നതയൊന്നുമില്ലാതെ കാണിക്കാൻ വേണ്ടിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരുടെ അടുത്തേക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന്, കോൺഗ്രസിൻ്റെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. മനസ്സോടെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം, ടെലിവിഷനിലൂടെ മനസ്സോടെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നറിയാം. അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വെച്ച് നോക്കുമ്പോൾ തൽക്കാലം അദ്ദേഹം ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം കോൺഗ്രസ് ജയിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ പാർട്ടി CPM എന്ന് പറഞ്ഞാൽ ജനകീയ ജനാധിപത്യ പരമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടി ഒരു നടപടിക്രമമുണ്ട്, പാർട്ടി മെമ്പർഷിപ്പ്. ആരെയും ഈ പാർട്ടിയിൽ വേണ്ടാന്ന് പറയുന്നില്ല. ഞങ്ങൾ പാർട്ടിയുടെ തത്വങ്ങളും പാർട്ടിയുടെ ഭരണഘടന അംഗീകരിക്കുന്ന ആരെയും പാർട്ടിയിലെടുക്കും. ആരും ഈ പാർട്ടിയിൽ വേണ്ടാന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ എന്നാൽ അവരെ പൂർവ്വകാല ചരിത്രം കൂടെ നമ്മൾ നോക്കും. വർഗീയതയ്ക്കെതിരെയുള്ള നിലപാട് എന്താണ് എടുത്തിട്ടുള്ളത്, അത്തരം കാര്യങ്ങൾ കൂടി ഞങ്ങൾ നോക്കും. ശശി തരൂർ പാർട്ടി ഭരണഘടന അംഗീകരിച്ച്, പാർട്ടിയുടെ നയപരിപാടികൾ അംഗീകരിച്ച് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നത്, ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു വന്നാൽ പാർട്ടി എടുക്കുന്നതിന് തടസ്സം